ഓഫീസിലെ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പം ഞാൻ ഓഫീസിൽ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് അന്നത്തെ ദിവസം. പിന്നെ ഞങ്ങൾക്ക് കളർ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡോ വൈറ്റോ ഗ്രീനോ കോമ്പിനേഷനിൽ ഇട്ടിട്ട് വരാനായിരുന്നു. അപ്പം ഞങ്ങൾ ലോട്ട് എടുക്കുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ചെന്നിട്ട് ഞങ്ങൾ ലോട്ടൊക്കെ എടുത്തിരിപ്പുണ്ട്. അപ്പോഴേ അറിയുള്ളൂ ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് സെറ്റായിരിപ്പുണ്ട്. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ നീളത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഗ്രാൻഡിയോസിൽ ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗ്രാൻഡിയോസിൽ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിന് പകരം ഞങ്ങൾ സിപ്പപ്പായിരുന്നു കുടിച്ചത്. അപ്പോൾ ചോക്ലേറ്റ്, പിസ്ത, പിന്നെ എനിക്കൊന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നെന്ന് തോന്നും. അങ്ങനെ സിപ്പപ്പൊക്കെ കുടിച്ചു. ഈ അന്തു സിപ്പപ്പ് കുടിച്ച് തീർന്നിട്ടും ഓടക്കുഴലൊക്കെ വയ്ക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സുരേഷ് ചേട്ടൻ വന്ന് നമ്മളെ കളിയാക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ചേട്ടൻ കുടിച്ച് കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു കൊച്ചു പിള്ളേരെ പോലെ ഉറിഞ്ഞുറിഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി ചെയ്തു. അതിന് ഞങ്ങൾ പിന്നെ പുറത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടെ ഒന്നിച്ച് കിട്ടിയതാണല്ലോ. അപ്പം മറ്റതെല്ലാവരും 3 ദിവസം ആകുമ്പോൾ പല പല ദിവസത്തിലായിരിക്കുമല്ലോ വരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലോട്ട് എടുത്ത ആൾ ഡയറക്റ്റ് നമ്മൾ പറയത്തില്ല. അതിന് പകരം ക്ലൂസ് പറഞ്ഞിട്ട് ആളെ കണ്ടുപിടിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ക്ലൂ പറഞ്ഞിട്ട് ആളെ കണ്ടുപിടിക്കണേന്നുള്ളത് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാവേ. അപ്പോൾ ഐഷുവിൻ്റെ ക്ലൂ പറഞ്ഞത് ഉടനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്ന് പറഞ്ഞിട്ടാണ് ഐഷുവിൻ്റെ ക്ലൂ പറഞ്ഞത്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചത് അജിത്തേട്ടനായിരുന്നു. ഈ ഒരു അവർ ഗ്ലാസിൻ്റെ സംഭവം ഗാലക്സി മിഠായി ഉണ്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഗുഡ് നൈറ്റ്.